സുഹൃത്തുക്കളെ, ഈയിടെ ഹിന്ദുസ്ഥാൻ ടൈംസ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് പ്രതിരോധ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരിലും നിരീക്ഷകരിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. റഫാലിന്റെ സോഴ്സ് കോഡ് ഇന്ത്യക്ക് ലഭിക്കില്ല എന്നതും ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വിമാനങ്ങളിൽ വെറും 25% മാത്രമേ തദ്ദേശീയ ഘടകങ്ങൾ ഉണ്ടാകൂ എന്നതുമാണ് ഈ ചർച്ചകൾക്ക് ആധാരം. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? സോഴ്സ് കോഡ് ഇല്ലാതെ ഇന്ത്യ എങ്ങനെ നമ്മുടെ തദ്ദേശീയ മിസൈലുകൾ റഫാലിൽ ഘടിപ്പിക്കും? ഫ്രാൻസിന് ഇതിൽ എന്ത് താല്പര്യമാണുള്ളത്? ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് വീണ്ടും സ്വാഗതം. ഏകദേശം 3.25 ലക്ഷം കോടി രൂപയുടെ ഈ ബൃഹത്തായ കരാറിനുള്ള റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ ഈ വരുന്ന മെയ് മാസത്തിൽ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ഫ്രഞ്ച് വിമാന നിർമ്മാതാക്കളായ ദസോ ഏവിയേഷന് നൽകും. ഇതിനുശേഷം കരാറിൻ്റെ അന്തിമ ചർച്ചകൾ ആരംഭിക്കും. ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഈ കരാറിന് നേരത്തെ തന്നെ പച്ചക്കൊടി കാണിച്ചിട്ടുണ്ട്. ബൈ ആൻഡ് മേക്ക് കാറ്റഗറിയിലാണ് ഈ വിമാനങ്ങൾ ഇന്ത്യ വാങ്ങുന്നത്. അതായത് 114 വിമാനങ്ങളിൽ 18 പൂർണ്ണമായും ഫ്രാൻസിൽ നിർമ്മിച്ച് പറക്കാൻ തയ്യാറായ അവസ്ഥയിൽ, അതായത് ഫ്ലൈ അവേ കണ്ടീഷനിൽ ഇന്ത്യയിലെത്തും. ബാക്കി വരുന്ന 96 വിമാനങ്ങൾ സാങ്കേതികവിദ്യ കൈമാറ്റത്തിലൂടെ, അതായത് ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി വഴി ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനാണ് പദ്ധതി. ഈ കരാറുമായിട്ട് ബന്ധപ്പെട്ട് ഡിഫൻസ് നിരീക്ഷകർക്കിടയിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടുന്ന ഒരു വിഷയം ഇന്ത്യയിൽ നിർമ്മിക്കുന്ന 96 റഫാൽ വിമാനങ്ങളിലെ തദ്ദേശീയ ഘടകങ്ങളുടെ, അതായത് ഇൻഡിജിനസ് കണ്ടന്റിൻ്റെ ശതമാനമാണ്. സാധാരണയായിട്ട് ഇന്ത്യ വിദേശത്തു നിന്നും ഇത്തരം ആയുധങ്ങളോ വിമാനങ്ങളോ വാങ്ങുമ്പോൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നവയിൽ കുറഞ്ഞ് 50% തദ്ദേശീയ പങ്കാളിത്തം ഉറപ്പാക്കാറുണ്ട്. എന്നാൽ ഈ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ നിർമ്മിക്കുന്ന റഫാൽ വിമാനങ്ങളിൽ തദ്ദേശീയ ഘടകങ്ങൾ വെറും 25% മുകളിൽ മാത്രമായിരിക്കും. വിദേശ രാജ്യങ്ങൾ ഒരിക്കലും അവരുടെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യകൾ പൂർണ്ണമായിട്ടും മറ്റൊരാൾക്ക് കൈമാറില്ല. റഫാൽ വിമാനത്തിൻ്റെ കാര്യത്തിൽ ദസോ ഏവിയേഷൻ ഇന്ത്യക്ക് നൽകുന്ന നിയന്ത്രണങ്ങൾ വളരെ പരിമിതമായിരിക്കുമെന്നാണ് ഈ 25% കാണിക്കുന്നത്. അതായത് എഞ്ചിൻ ഉൾപ്പെടെയുള്ള നിർണായക ഭാഗങ്ങളും സാങ്കേതിക വിദ്യയും പൂർണ്ണമായിട്ടും ഫ്രാൻസിൻ്റെ നിയന്ത്രണത്തിൽ തന്നെ തുടരും. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം. സോഴ്സ് കോഡ്. റഫാൽ വിമാനത്തിൻ്റെ സോഴ്സ് കോഡ് ഇന്ത്യയുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ദസോ ഏവിയേഷൻ വിസമ്മതിച്ചു എന്നതാണ് മറ്റൊരു വലിയ ചർച്ചാ വിഷയം. എന്താണ് ഈ സോഴ്സ് കോഡ്? ലളിതമായിട്ട് പറഞ്ഞാൽ ഒരു യുദ്ധവിമാനത്തിൻ്റെ തലച്ചോറാണ് അതിൻ്റെ സോഴ്സ് കോഡ്. വിമാനത്തിൻ്റെ റഡാർ സംവിധാനങ്ങൾ, ഇലക്ട്രോണിക് വാർഫെയർ സ്വീറ്റ്, ഏവിയോണിക്സ്, ശത്രുക്കളുടെ വിമാനങ്ങളെ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനം, ആയുധങ്ങളെ പ്രയോഗിക്കാനുള്ള അൽഗോരിതങ്ങൾ എന്നിവയെല്ലാം നിയന്ത്രിക്കുന്നത് ഈ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ കോഡുകളാണ്. ഇതൊരു വലിയ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ അല്ല. ലോകത്ത് ഒരു രാജ്യവും തങ്ങളുടെ യുദ്ധവിമാനങ്ങളുടെ സോഴ്സ് കോഡ് മറ്റൊരു രാജ്യത്തിന് നൽകില്ല. അമേരിക്ക ആയാലും റഷ്യ ആയാലും ഇതിൽ മാറ്റമില്ല. ഇന്ത്യയുടെ ഏറ്റവും വലിയ സുഹൃത്ത് രാഷ്ട്രമായ റഷ്യ പോലും നമ്മൾ ഉപയോഗിക്കുന്ന സുഖോയ് 30 MKI വിമാനങ്ങളുടെയോ അവരിപ്പോൾ വാഗ്ദാനം ചെയ്യുന്ന 5ാം തലമുറ വിമാനമായ സുഖോയ് 57ൻ്റെയോ സോഴ്സ് കോഡ് ഇന്ത്യക്ക് നൽകിയിട്ടില്ല. അമേരിക്കൻ നിർമ്മിത C-17 ഗ്ലോബ് മാസ്റ്റർ, അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ എന്നിവയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് അവസ്ഥ. ഇത് ആ കമ്പനികളുടെ ബൗദ്ധിക സ്വത്തവകാശമാണ്, അതായത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. അതവർ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളുമായിട്ട് പോലും പങ്കുവയ്ക്കില്ല എന്ന് സാരം. സോഴ്സ് കോഡ് കിട്ടില്ലെന്നുറപ്പായ സ്ഥിതിക്ക് ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ്, അസ്ത്ര, രുദ്രം പോലെയുള്ള മികച്ച മിസൈലുകളും ആയുധങ്ങളും എങ്ങനെ റഫാലിൽ ഘടിപ്പിക്കും? അവിടെയാണ് ഇന്ത്യൻ സർക്കാരിൻ്റെ തന്ത്രപരമായ ഇടപെടൽ ശ്രദ്ധേയമാകുന്നത്. ഇതിനൊരു പരിഹാരമായിട്ട് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണ് ICD അഥവാ ഇൻ്റർഫേസ് കൺട്രോൾ ഡോക്യുമെൻറ്റ്. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള അന്തിമ കരാറിൽ ഈ ICD നിർബന്ധമായും ഉൾപ്പെടുത്താനായിട്ട് ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു പ്രധാന സിസ്റ്റവും മറ്റ് സബ് സിസ്റ്റങ്ങളും തമ്മിലുള്ള ആശയവിനിമയ പ്രോട്ടോക്കോളുകൾ നിർവചിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു നിർണായക സിസ്റ്റം എഞ്ചിനീയറിംഗ് രേഖയാണ് ICD. ഇതിലൂടെ ഫ്രാൻസിൻ്റെ സോഴ്സ് കോഡിൽ മാറ്റം വരുത്താതെ തന്നെ ഇന്ത്യയുടെ സ്വന്തം മിസൈലുകളും ബോംബുകളും സ്മാർട്ട് വെപ്പണുകളും ഭാവിയിൽ റഫാലുമായിട്ട് സംയോജിപ്പിക്കാനായിട്ട്, അതായത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർക്ക് സാധിക്കും. ഇത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വലിയൊരു നേട്ടമാണ്. സോഴ്സ് കോഡും വലിയ തോതിലുള്ള തദ്ദേശീയ നിർമ്മാണവും ഫ്രാൻസ് നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യ റഫാലിന് പിന്നാലെ പോകുന്നത്? റഷ്യയുടെ 5ാം തലമുറ വിമാനമായ സുഖോയ് 57 വാങ്ങിക്കൂടെ എന്ന് പലരും ചോദിക്കാറുണ്ട്.
റഷ്യൻ വിമാനങ്ങൾ കൂടുതൽ മികച്ച ഓഫറുകൾ നൽകുന്നുണ്ട് എന്ന് വാദിക്കുന്നവരുമുണ്ട്. എന്നാൽ ഇതിൻ്റെ പിന്നിൽ വ്യക്തമായ ചില കാരണങ്ങളുമുണ്ട്. ഒന്നാമതായിട്ട്, നേരത്തെ പറഞ്ഞ പോലെ റഷ്യയും നമുക്ക് പൂർണ്ണമായ സോഴ്സ് കോഡോ സാങ്കേതിക വിദ്യയോ നൽകുന്നില്ല. രണ്ടാമതായിട്ട്, നിലവിലെ യുക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിമാനങ്ങളും സ്പെയർ പാർട്സുകളും കൃത്യസമയത്ത് വിതരണം ചെയ്യാനായിട്ട് റഷ്യയ്ക്ക് സാധിക്കുമോ എന്ന കാര്യത്തിൽ വലിയ ആശങ്കയുമുണ്ട്. മൂന്നാമത്തെ കാര്യം സ്റ്റാൻഡേർഡൈസേഷനാണ്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിലവിൽ 36 റഫാൽ വിമാനങ്ങളുണ്ട്. ഇതിനു പുറമെ ഇന്ത്യൻ നാവികസേന അവരുടെ വിമാനവാഹിനി കപ്പലുകളായ INS വിക്രാന്തിനും വിക്രമാദിത്യയ്ക്കും വേണ്ടിയിട്ട് 26 റഫാൽ മറീൻ വിമാനങ്ങൾ വാങ്ങാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വ്യോമസേനയ്ക്ക് 114 റഫാലുകൾ കൂടി ലഭിച്ചാൽ ഇന്ത്യയിലാകെ 170-ലധികം റഫാൽ വിമാനങ്ങൾ ഉണ്ടാവും. ഇതുവഴി മെയിൻ്റനൻസും സ്പെയർ പാർട്സ് വിതരണവും വലിയ തോതിൽ എളുപ്പമാവുകയും ചെയ്യും. വ്യോമസേനയ്ക്കും നാവികസേനയ്ക്കും ഒരേ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ സാധിക്കുന്നത് സാമ്പത്തികമായിട്ടും തന്ത്രപരമായിട്ടും ഇന്ത്യക്ക് വലിയ നേട്ടവുമാണ്. റഫാൽ കരാറിന് പിന്നിലെ മറ്റൊരു സുപ്രധാന ഘടകം വിമാനങ്ങളുടെ എഞ്ചിൻ സാങ്കേതികവിദ്യയും കൂടിയാണ്. നിലവിൽ ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ സ്ക്വാഡ്രൺ സ്ട്രെങ്തിൻ്റെ കാര്യത്തിൽ വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. തദ്ദേശീയമായി നിർമ്മിക്കുന്ന തേജസ് മാർക്ക് 1A വിമാനങ്ങളുടെ വിതരണം വൈകുന്നുണ്ട്. അമേരിക്കൻ കമ്പനിയായ GEയുടെ GE-F404 എഞ്ചിനുകൾ കൃത്യസമയത്ത് ലഭിക്കാത്തതാണ് ഇതിൻ്റെ പ്രധാന കാരണം. ഭാവിയിൽ നിർമ്മിക്കാൻ പോകുന്ന തേജസ് മാർക്ക് 2-ൽ ഉപയോഗിക്കുന്ന GE-F414 എഞ്ചിനുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള കരാറും ഇതുവരെ പൂർണ്ണമായിട്ടും ഫലം കണ്ടിട്ടില്ല. അമേരിക്കൻ എഞ്ചിനുകളെ അമിതമായിട്ട് ആശ്രയിക്കുന്നത് ഇന്ത്യക്ക് ദോഷം ചെയ്യും എന്നുള്ളത് പലതവണ തെളിഞ്ഞിട്ടുള്ളതാണ്. ഇവിടെയാണ് ഫ്രാൻസിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ 5ാം തലമുറ യുദ്ധവിമാനം AMCA അതായത് ആംക മാർക്ക് 2 പ്രവർത്തിപ്പിക്കാൻ ഉയർന്ന കരുത്തുള്ള അതായത് ഹൈ ത്രസ്റ്റുള്ള എഞ്ചിനുകൾ ആവശ്യമാണ്. ഇതിനായിട്ട് ഫ്രഞ്ച് എഞ്ചിൻ നിർമ്മാതാക്കളായിട്ടുള്ള സഫ്രാനുമായിട്ട് ഇന്ത്യ ചർച്ചകൾ നടത്തി വരികയാണ്. 114 റഫാൽ വിമാനങ്ങളുടെ മെഗാ ഓർഡർ ഫ്രാൻസിന് നൽകുമ്പോൾ അതിലൂടെ സഫ്രാനിൽ നിന്നും മികച്ച എഞ്ചിൻ സാങ്കേതിക വിദ്യ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. ഇത് കേവലം ഒരു വിമാനം വാങ്ങൽ മാത്രമല്ല, മറിച്ച് ഭാവിയിലെ ഇന്ത്യൻ വിമാനങ്ങൾക്ക് വേണ്ട എഞ്ചിൻ സാങ്കേതിക വിദ്യ നേടിയെടുക്കാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ കൂടിയാണ്. എത്ര വലിയ രാജ്യത്തിൽ നിന്നോ എത്ര കോടികൾ കൊടുത്ത ആയുധങ്ങൾ വാങ്ങിയാലും ആരും നമുക്ക് അവരുടെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യകൾ പ്ലേറ്റിൽ വെച്ച് കൈമാറില്ല എന്നത് ഈ റഫാൽ ഡീലിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. 25%, 40% സാങ്കേതിക വിദ്യ അവർ നൽകിയാലും അതുകൊണ്ട് ഇന്ത്യക്ക് പൂർണ്ണമായ സ്വയം പര്യാപ്തത നേടാനായിട്ട് കഴിയില്ല. ഇമ്പോർട്ട് അല്ലെങ്കിൽ ഇറക്കുമതി എന്ന് പറയുന്നത് ഒരു താൽക്കാലിക പരിഹാരം മാത്രമാണ്. നമ്മൾ പൂർണ്ണമായിട്ടും ഇറക്കുമതിയെ ആശ്രയിക്കുന്ന കാലത്തോളം വിദേശ രാജ്യങ്ങളുടെ നയങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറേണ്ടതായിട്ട് വരും. ഇതിനൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ സ്വന്തമായിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ വലിയ നിക്ഷേപം നടത്തണം. ഇന്ത്യയുടെ തദ്ദേശീയ വിമാന എഞ്ചിനായ കാവേരി പ്രൊജക്ടിന് ആവശ്യമായ ഫണ്ടും പിന്തുണയും സമയത്ത് നൽകിയിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യക്ക് ഗതി വരുമായിരുന്നില്ല എന്ന് പല ഡിഫൻസ് വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തേജസ് മാർക്ക് 2, ആംക തുടങ്ങിയ പദ്ധതികൾ എത്രയും വേഗം യാഥാർത്ഥ്യമാക്കുകയും അതിനുവേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾ തന്നെ വികസിപ്പിക്കുകയും വേണം. റഫാൽ പോലെയുള്ള വിദേശ വിമാനങ്ങൾ വാങ്ങുന്നത് ഇന്ത്യയിലൊരു നിർമ്മാണ ആവാസ വ്യവസ്ഥ അതായത് മാനുഫാക്ചറിങ് എക്കോസിസ്റ്റം ഉണ്ടാക്കാൻ സഹായിക്കും എന്നുള്ളത് സത്യമാണ്. പക്ഷേ സാങ്കേതിക വിദ്യ സ്വന്തമാക്കാനായിട്ട് നമ്മൾ തന്നെ കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ടുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ 114 റഫാൽ യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കുന്നത് നിലവിൽ ഇന്ത്യൻ വ്യോമസേനയുടെ അത്യാവശ്യങ്ങളിലൊന്നാണ്. പഴയ മിഗ് വിമാനങ്ങളും ജഗ്വാർ വിമാനങ്ങളും മിറാഷ് 2000 വിമാനങ്ങളും എല്ലാം ഡീകമ്മീഷൻ ചെയ്യുന്ന സാഹചര്യത്തിൽ സ്ക്വാഡ്രൺ സ്ട്രെങ്ത് നിലനിർത്താനായിട്ട് ഈ വിമാനങ്ങൾ നമുക്ക് കൂടിയേ തീരൂ. ഫ്രാൻസ് സോഴ്സ് കോഡ് നൽകിയില്ലെങ്കിലും ഇൻ്റർഫേസ് കൺട്രോൾ ഡോക്യുമെൻ്റ് അതായത് ICD വഴി തദ്ദേശീയ മിസൈലുകൾ സംയോജിപ്പിക്കാൻ സാധിക്കുന്നത് ഇന്ത്യയുടെ മികച്ച നയതന്ത്ര വിജയമായിരിക്കും. ഇനി നമ്മളായിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കി ഈ പദ്ധതി വീണ്ടും വൈകിപ്പിക്കരുത്. കാലതാമസം ഉണ്ടാകും തോറും വിമാനങ്ങളുടെ വില വർദ്ധിക്കുകയും വ്യോമസേനയുടെ കരുത്ത് ചോരുകയും ചെയ്യും. എത്രയും വേഗം മികച്ച വിലയിൽ ഈ കരാർ ഒപ്പിടുകയും വിമാനങ്ങൾ നമ്മുടെ വ്യോമസേനയുടെ ഭാഗമാക്കുകയും വേണം. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയതും കൃത്യവുമായിട്ടുള്ള വിവരങ്ങൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. രാജ്യസ്നേഹികളായിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.